നമസ്കാരം. മലയാള മനോരമ ആഴ്ചപ്പതിപ്പ് മലയാളികളെ ഏറ്റവും ലളിതമായി ഇംഗ്ലീഷ് സംസാരിക്കുവാനും തെറ്റില്ലാതെ ഇംഗ്ലീഷ് എഴുതുവാനും പരിശീലനം നൽകുന്ന ലേൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ 17ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ വാസ് പ്ലസ് വേർബ് പ്ലസ് ING ഉപയോഗിച്ചുള്ള യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉത്തര രൂപീകരണമാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. വാസിനോടൊപ്പം വേർബ് പ്ലസ് ING ഉപയോഗിക്കുമ്പോൾ അർത്ഥം എപ്പോഴും കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അവസാനിക്കും. വാസിനോടൊപ്പം ഉപയോഗിക്കുന്ന സബ്ജക്റ്റ് നീ, യു ഒഴികെയുള്ള സിംഗുലർ സബ്ജക്റ്റ്. മുമ്പ് നടന്നുകൊണ്ടിരുന്ന പ്രവൃത്തിയെപ്പറ്റി കുറിക്കുവാനായിട്ടാണ് വാസ് പ്ലസ് വേർബ് പ്ലസ് ING സ്ട്രക്ചർ ഉപയോഗിക്കേണ്ടത്. ഒരു ഉദാഹരണം: ഇന്നലെ രാത്രി അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മഴ പെയ്യുക, റെയിൻ. റെയിനോടൊപ്പം എപ്പോഴും ഉപയോഗിക്കുന്ന സബ്ജക്റ്റ് ഇറ്റാണ്. വാസ് ഇറ്റ് റെയിനിങ് ദേർ ലാസ്റ്റ് നൈറ്റ്? റെയിനിങ് ദേർ, ഉത്തരം റെയിനിങ് ഹിയർ അല്ലെങ്കിൽ റെയിനിങ് ദേർ. യെസ്, ഇറ്റ് വാസ് റെയിനിങ് ഹിയർ. യെസ്, ഇറ്റ് വാസ് റെയിനിങ് ദേർ ലാസ്റ്റ് നൈറ്റ്. No, it was not raining here, raining there last night. സൂത്രവാക്യം. ക്വസ്റ്റ്യൻ: വാസ് പ്ലസ് സിംഗുലർ സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ING പ്ലസ് നൗൺ പ്ലസ് ടൈം വേർഡ്. Was it raining here? Was it raining there last night? Yes, comma plus singular subject plus was plus verb plus ING plus noun plus time word. Yes, it was raining here, it was raining there last night. No answer. No comma plus singular subject plus was plus not plus verb plus ING plus noun plus time word. No, it was not raining here last night. കൂടുതൽ ഉദാഹരണങ്ങൾ: നിന്റെ അധ്യാപകൻ ഇന്ന് രാവിലെ കോവിഡ് മഹാമാരിയെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മഹാമാരി, പാൻഡമിക്, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക, ഡിസ്കസിങ് എബൌട്ട്. വാസ് യുവർ ടീച്ചർ discussing about COVID pandemic this morning? ഇന്ന് രാവിലെ, ടുഡേ മോർണിംഗ് അല്ല, this morning. Yes, my teacher was discussing about COVID pandemic this morning. No, my teacher was not discussing about COVID pandemic this morning. ആ ദിവസങ്ങളിൽ ആ അന്യസംസ്ഥാന തൊഴിലാളി ആഭരണങ്ങൾ മോഷ്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വാസ് ദാറ്റ് മൈഗ്രൻ്റ് ലേബറർ മോഷ്ടിക്കുക, സ്റ്റീലിംഗ് ഓർണമെൻറ്റ്സ് ദോസ് ഡേയ്സ്? യെസ്, ദാറ്റ് മൈഗ്രൻ്റ് ലേബറർ വാസ് stealing ornaments those days. No, that migrant laborer was not stealing ornaments those days. ആ കുറ്റവാളി കഴിഞ്ഞ ആഴ്ച ഒളിവിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒളിവിൽ കഴിയുക, അബ്സ്കോണ്ടിങ്. കുറ്റവാളി, ക്രിമിനൽ അല്ലെങ്കിൽ കൾപ്രിറ്റ്. Was that culprit absconding last week? Yes,
that culprit was absconding last week. No, that culprit was not absconding last week. ആ മദ്യപാനി കഴിഞ്ഞ രാത്രി കലാപരിപാടിക്കിടയിൽ കൂകിക്കൊണ്ടിരിക്കുകയായിരുന്നു. കൂകുക, ഹൗളിംഗ്. മദ്യപാനി, ഡ്രങ്കഡ്. Was that drunkard howling during cultural program last night? Yes, that drunkard was howling during cultural program last night. No, that drunkard was not howling during cultural program last night. അദ്ദേഹത്തിൻ്റെ മകൻ ഇന്ന് രാവിലെ അവൻ്റെ കന്നുകാലികളെ മേയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മേയ്ക്കുക, ഗ്രേസിംഗ്, കന്നുകാലി, ക്യാറ്റിൽ. വാസ് ഹിസ് സൺ grazing his cattle this morning? Yes, his son was grazing his cattle this morning. No, his son was not grazing his cattle this morning. ആ തെരുവുകുട്ടി അപ്പോൾ ഭക്ഷണ സാധനങ്ങൾ, പലഹാരങ്ങൾ തട്ടിപ്പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തട്ടിപ്പറിക്കുക, ഗ്രാബിംഗ്. തെരുവുകുട്ടി, സ്ട്രീറ്റ് ചൈൽഡ്. വാസ് ദാറ്റ് സ്ട്രീറ്റ് ചൈൽഡ് ഗ്രാബിംഗ് ഈറ്റബിൾസ് then? Yes, that street child was grabbing eatables then. No, that street child was not grabbing eatables then. നിന്റെ ഭർത്താവ് ഇന്ന് രാവിലെ നിന്നെ ശുണ്ഠി പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശുണ്ഠി പിടിപ്പിക്കുക, ഇറിറ്റേറ്റ്. Was your husband irritating you this morning? Yes, my husband was irritating me this morning. No, my husband was not irritating me this morning. നിന്റെ മേലധികാരി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നിന്നെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മേലധികാരി, ബോസ്, BOSS. അധിക്ഷേപിക്കുക, ഇൻസൾട്ട്. വാസ് യുവർ ബോസ് ഇൻസൾട്ടിങ് യു ദിസ് ആഫ്റ്റർനൂൺ? ഇന്ന് ഉച്ചയ്ക്ക് ശേഷം. ടുഡേ ആഫ്റ്റർനൂൺ അല്ല, ദിസ് ആഫ്റ്റർനൂൺ. യെസ്, മൈ ബോസ് വാസ് insulting me this afternoon. No, my boss was not insulting me this afternoon. നിന്റെ സഹപ്രവർത്തകൻ ഇന്ന് നിന്നെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രകോപിപ്പിക്കുക, പ്രൊവോക്ക്, PROVOKE. സഹപ്രവർത്തകൻ, കൊളീഗ്. വാസ് യുവർ കൊളീഗ് പ്രൊവോക്കിംഗ് യു ടുഡേ? യെസ്, മൈ കൊളീഗ് വാസ് പ്രൊവോക്കിംഗ് മീ ടുഡേ. നോ, മൈ കൊളീഗ് വാസ് നോട്ട് പ്രൊവോക്കിംഗ് മീ ടുഡേ. നിന്റെ അയൽവാസി ഇന്നലെ അവൻ്റെ തെറ്റുകൾ ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. വാസ് യുവർ നെയ്ബർ ജസ്റ്റിഫൈങ് ഹിസ് മിസ്റ്റേക്സ് യെസ്റ്റർഡേ? യെസ്, മൈ നെയ്ബർ വാസ് ജസ്റ്റിഫൈങ് ഹിസ് മിസ്റ്റേക്സ് യെസ്റ്റർഡേ. നോ, മൈ നെയ്ബർ വാസ് നോട്ട് justifying his mistakes
yesterday. ആ വ്യവസായ സ്ഥാപനം കഴിഞ്ഞ വർഷം അന്തരീക്ഷം മലിനമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മലിനമാക്കുക, പൊല്യൂട്ട്. അന്തരീക്ഷം, എൻവയൺമെൻറ്റ്. വാസ് ദാറ്റ് ഇൻഡസ്ട്രി പൊല്യൂട്ടിംഗ് ദി എൻവയൺമെൻറ്റ് ലാസ്റ്റ് ഇയർ? യെസ്, ദാറ്റ് ഇൻഡസ്ട്രി വാസ് പൊല്യൂട്ടിംഗ് ദി എൻവയൺമെൻറ്റ് ലാസ്റ്റ് ഇയർ. നോ, that industry was not polluting the environment last year. അവളുടെ അമ്മ മുമ്പ് അവളുടെ കുട്ടിയെ അമിതമായി ലാളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമിതമായി ലാളിക്കുക, പാമ്പർ. Was her mother pampering her child before? Yes, her mother was pampering her child before. No, her mother was not pampering her child before. നിന്റെ വല്യമ്മ കഴിഞ്ഞ മാസം മാംസം വർജിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വർജിക്കുക, റിഫ്രെയിൻ ഫ്രം അല്ലെങ്കിൽ അബ്സ്റ്റെയിൻ ഫ്രം. വാസ് യുവർ ഗ്രാൻഡ് മദർ അബ്സ്റ്റെയിനിങ് ഫ്രം, റിഫ്രെയിനിങ് ഫ്രം മീറ്റ് ലാസ്റ്റ് മന്ത്? യെസ്, മൈ ഗ്രാൻഡ് മദർ വാസ് അബ്സ്റ്റെയിനിങ് ഫ്രം, റിഫ്രെയിനിങ് ഫ്രം മീറ്റ് ലാസ്റ്റ് മന്ത്. നോ, മൈ ഗ്രാൻഡ് മദർ വാസ് നോട്ട് അബ്സ്റ്റെയിനിങ് ഫ്രം, refraining from meat last month. ആ മദ്യ അടിമ അവൻ്റെ കുടുംബം താറുമാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, നശിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മുമ്പ് താറുമാറാക്കുക, നശിപ്പിക്കുക, റൂയിൻ. മദ്യ അടിമ, ആൽക്കഹോളിക്. മദ്യപാനി, ഡ്രങ്കഡ്. Was that alcoholic ruining his family before? Yes, that alcoholic was ruining his family before. No, that alcoholic was not ruining his family before. ഈ സംഘടന മുമ്പ് നിങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ? താല്പര്യങ്ങൾ സംരക്ഷിക്കുക, സേഫ് ഗാർഡ് ഇൻട്രസ്റ്റ്. വാസ് ദിസ് ഓർഗനൈസേഷൻ സേഫ് ഗാർഡിംഗ് യുവർ ഇൻട്രസ്റ്റ് ബിഫോർ? യെസ്, ദിസ് ഓർഗനൈസേഷൻ വാസ് സേഫ് ഗാർഡിംഗ് our interest before. No, this organization was not safeguarding our interest before. Was plus verb plus ing ഉപയോഗിച്ചുള്ള yes or no question ഉത്തര രൂപീകരണം ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്തയാഴ്ച was plus verb plus ing ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഉത്തര രൂപീകരണം. വീണ്ടും കാണാം അടുത്ത ആഴ്ച.